വയസ്സാം കാലത്തെ അച്ഛനെ നോക്കാൻ വന്നിട്ട് അവർ കൂടെ കയറി കിടന്നവൾക്ക് എഴുതി കൊടുക്കാനുള്ള സ്വത്വം നല്ലത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അനാവശ്യം പറയല്ലേ. ഞാൻ നിന്റെ അച്ഛൻ്റെ കൂടെ കയറി കിടക്കാൻ വന്നതല്ല. ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയ കഥയല്ലേ. അച്ഛന്റെ സർവീസിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ സെറ്റപ്പാ. പിന്നല്ലാതെ അമ്മയുടെ പവ കണ്ടപ്പോഴത്തേന് വലിഞ്ഞു കയറി വന്നാ. അതും പോരാഞ്ഞിട്ട് എന്റെ ചേട്ടൻ കേറി പിടിക്കാൻ പോയെന്ന് പറഞ്ഞ ഒരു കള്ളക്കഥയും. കള്ളക്കഥയോ? നിന്റെ ഭർത്താവിനോട് പോയി ചോദിക്കും സത്യമാണോ കള്ളമാണോ എന്ന്. നിനക്ക് പറയുന്ന എന്റെ ഭർത്താവിന് നീ പറയുന്നോ? എന്താ എന്താ ഇവിടെ ബഹളം? അത് ചോദിക്കാൻ താരാടോ? ഞാൻ ഇവിടെ അയാളത്തെ വീട്ടിലുള്ളതാ. ഇവിടെ ഇങ്ങനെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റൂല. അതെ, ഒരു വീടാവുമ്പോ അച്ഛനും മക്കളും പലതും പറഞ്ഞു തരും. തനിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താൻ ചെവി പത്തി തന്റെ വീട്ടിൽ പോയിരിക്കണോ? സന്തോഷം പൊയ്ക്കോ. ഇവളുമാരോട് സംസാരിക്കാൻ കൊള്ളത്തില്ല. കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. മുദ്രപത്രം കൊണ്ടുവന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് ഒപ്പിട. ഞാൻ അധികം ചിന്തിക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് കൂടെ ഒപ്പിടും. ഞാൻ ഒന്നിലും ഒപ്പിടത്തില്ല, ഇത് എനിക്കുള്ളതാ. ഈ വൃത്തികെട്ടവൾക്ക് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് ഒപ്പിട. ഒപ്പിടാൻ പറ്റില്ല. നിങ്ങൾ പൊക്കോ മക്കളെ. ഇതിൽ ഒപ്പിട്ടാലേ ഞങ്ങൾ പോകത്തുള്ളൂ. ഇല്ല, ഞാൻ ഒപ്പിടത്തില്ല. ആഹാ, എന്നാ പിന്നെ അറിയണമല്ലോ. സാറിന് വിടാന് സാറിന് വിടാൻ അങ്ങോട്ട് നീ എന്താ വെയിറ്റ് ചെയ്യും? മതി, ഇത്ര മതി. ഇനി എന്താ വേണ്ടേന്ന് ഞങ്ങൾക്കറിയാം.